നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാന കോശമെന്ന 7-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഇനി ശ്ലോകത്തിലെ പദച്ഛേദം ശ്രദ്ധിക്കുക. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് സിദ്ധയേ യദതി യതതാം സിദ്ധാനാം അഭി കശ്ചിത് മാം തത്വതഃ വേത്തി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ആയിരക്കണക്കിന് മനുഷ്യന്മാർക്കിടയിൽ ഒരാൾ മാത്രമാണ് സിദ്ധിക്ക് വേണ്ടി പരിശ്രമം ചെയ്യുന്നത്, യജ്ഞിക്കുന്നത്. ഈ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ എന്നെ ശരിക്കും അറിയുന്നുള്ളൂ എന്നാണ് പ്രസ്തുത ശ്ലോകത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശരൂപേണ നൽകുന്ന സന്ദേശം. ആത്മജ്ഞാന തൃഷ്ണ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രസ്തുത ശ്ലോകത്തിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നമസ്തേ.